എൻ്റെ നാലാമത്തെ ഷോർട്ട് മൂവിയാണിത്. ഞാൻ ഇനി ചെയ്യാൻ പോണ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പോണ എൻ്റെ മൂവിക്ക് ഫീച്ചർ ഫിലിമിന് തൊട്ട് മുമ്പ് ഞാനൊരു ഷോർട്ട് മൂവി ചെയ്തതാണ്. IFFKക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് ഞാൻ പ്ലാൻ ചെയ്തത്. ഇത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK എന്ന് പറയുന്ന നമ്മുടെ കേരള സംസ്ഥാനം നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിലേക്കായിട്ട് 2025 ഞാൻ ചെയ്ത ഒരു ഷോർട്ട് മൂവിയാണ്. 2024 തന്നെ ഇങ്ങനൊരു ഷോർട്ട് മൂവി ചെയ്യണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് 2025 ഇങ്ങനൊരു ഷോർട്ട് മൂവി ചെയ്തത്. സത്യം പറഞ്ഞാൽ നമ്മുടെ വർക്കല പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഷോർട്ട് മൂവി അല്ലായിരുന്നു ഇത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറേ കഴിവുള്ള കലാകാരന്മാരും കലാകാരികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഷോർട്ട് ഫിലിം ഇവിടെ വർക്കല തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സിനിമാറ്റിക് രീതിയിലാണ് ഞാൻ ഈ ഷോർട്ട് മൂവി ചെയ്തേക്കുന്നത്. അപ്പോൾ IFFKയിൽ വരുന്ന 18-ാം തീയതി അല്ലെങ്കിൽ 19-ാം തീയതി 2 ദിവസവും ട്രിവാൻഡ്രത്ത് സ്ക്രീനിങ് ഉണ്ട്. ആൾറെഡി ഒരു സ്ക്രീനിങ് കഴിഞ്ഞതാണ്. 12-ാം തീയതി ഒരു സ്ക്രീനിങ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്ത ഒരു വർക്ക് എന്നുള്ള നിലയിൽ എല്ലാവരും കാണുകയും ഇതിൽ അഭിനയിച്ചവരെയും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്ത എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുകയാണ്. പോരായ്മകളെല്ലാം ഉണ്ടാവും. വളരെ ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായം പറയുക. സോഷ്യൽ മീഡിയയിൽ ഇത് ഇപ്പോൾ റിലീസാക്കാൻ ഉദ്ദേശമില്ല. കാരണം 7-8 ഫിലിം ഫെസ്റ്റിവൽ ഇനി വരാനുണ്ട്. ഗോവയിലും പൂനെയിലും ചെന്നൈയിൽ പിന്നെ കേരളത്തിലുള്ള 8 ഫിലിം ഫെസ്റ്റിവലിലൂടെ ഇത് പങ്കെടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയ, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ തൽക്കാലം റിലീസ് ഉണ്ടാവില്ല. പക്ഷേ റിലീസ് ഉണ്ടാകുന്ന സമയം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഷെയറിങ്, കമൻസ് എല്ലാം ആവശ്യമാണ്. റീഡിസൈർ എന്ന ഞങ്ങളുടെ മൂവിയുടെ ആദ്യത്തെ റിവ്യൂ ആയിരുന്നു. അതൊരു വൻ വിജയമാക്കി തരാൻ നമ്മുടെ സുഹൃത്തുക്കളും സുഹൃത്ത് ബന്ധുക്കളുമായ എല്ലാവരും ഒത്ത് ചേർന്ന് ശ്രമിച്ചു. വർക്കല ഒരുപാട് സംവിധായകർ ഉദയം കൊണ്ട ഒരു ഭൂമിയാണ്. ഇവിടെ ജോഷി സാറ്, വർണ്ണം അശോകൻ, KG രാജശേഖരൻ, വർക്കല ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഇടവ താഹാക്ക, അങ്ങനെ ഒത്തിരി ഡയറക്ടർമാർ ഉദയം കൊണ്ട ഒരു ഭൂമിയിൽ നിന്ന് നമ്മുടെ അയൽക്കാരന്, നമ്മുടെ പ്രിയ അനുജനുമായ മുജീബ് വർക്കലയും നല്ലൊരു പ്രോജക്റ്റുമായിട്ട് ഉദയം ചെയ്തിരിക്കുകയാണ്. മുജീബ് വർക്കലയ്ക്കും വളരെ നല്ല ഭാവി ഉണ്ട്. നല്ലൊരു വർക്ക് ചെയ്തു, നന്നായിരുന്നു. എല്ലാവരുടെ അനുഗ്രഹവും ആശംസകളും ഉണ്ടാവണം. ഇത് ഞാനും ഒത്തിരി ഡയറക്ടർമാരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മുജീബിന്റെ ശിക്ഷണത്തിലുള്ള ഒരു വർക്കിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. വളരെയധികം ഭാവിയുള്ള ഒരു ഡയറക്ടറാണ്. വളരെയധികം ആശംസകൾ, എല്ലാ നന്മയും ഉണ്ടാവും. മുജീബ് സാർ ചെയ്ത ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഇപ്പം നമ്മളെയൊക്കെ മുഖം ഈ ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വളരെ 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 ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ക്യാരക്ടർ നല്ല തുല്യ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, വളരെ ഭംഗിയായിട്ട് ഒരു ലെസ്ബിയൻ കപ്പിൾസിന്റെ ആ ഒരു ഇത് നല്ല രീതിയിൽ, ആ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അതിലൂടെ പറയാൻ ശ്രമിച്ചു. ഈ കാലത്ത് ഇതൊന്നും ഒരു അന്യമായിട്ടുള്ളതല്ല. ഒരു ട്രഡീഷണൽ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി പോലും ഇങ്ങനെ ഒരു ലെസ്ബിയൻ കപ്പിളായിട്ട് മാറിയത് ഇപ്പോഴത്തെ കാലത്ത് അവരവരുടെ ഇഷ്ടമാണ് പ്രാധാന്യം. അതൊരു ഷോർട്ട് മൂവിയായിട്ട് അവതരിപ്പിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഹായ്, ഞാൻ ദേവനന്ദ സുരേഷ്. എൻ്റെ വീട് ആലുവയിലാണ്. ഞാനാണ് ഈ മൂവിയിൽ നായികയായിട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ മുജീബനാണ് ആദ്യം തന്നെ താങ്ക്സ് പറയേണ്ടത്. ഇങ്ങനെ ഒരു റോള് കിട്ടാനുള്ള ചാൻസേ മുജീബന്റെ വകയാണ്. ആൻഡ് എന്താ പറയാ, ഒരുപാട് സന്തോഷം. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ഫസ്റ്റ് ടൈം ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതില് ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഈ ഒരു കാലഘട്ടത്തില് നടക്കുന്ന ഒരു കഥയാണ് ഇത്. അപ്പം എന്തായാലും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു. സന്തോഷം. ഞാൻ ഈ ഒരു ഷോർട്ട് മൂവിയുടെ ഒരു ക്യാരക്ടറാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അതായത് ഞാൻ ഇപ്പോ ഈ ഒരു മൂവിയുടെ ഒരു ക്യാരക്ടറാണ്. എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാൻ ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് എന്നെ കണ്ടതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഒരു മൂവിയുടെ ഒരു പാർട്ട് ആവാൻ പറ്റിയതില് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് എന്റെ ഈ ഒരു ബിഗ് സ്ക്രീനിൽ എന്നെ കാണാൻ പറ്റിയപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ മിക്സഡ് ഓഫ് ഇമോഷൻസ് ആണ്. ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ നടക്കുന്ന ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. അത്രേ ഉള്ളൂ. നമസ്കാരം. ഞാനതിലൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു അഭിപ്രായം പറയുക എന്നുള്ളത് മറ്റുള്ള പ്രേക്ഷകരാണ് പറയേണ്ടത്. എങ്കിലും വർക്കിനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു അഭിപ്രായം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സിനിമ സ്റ്റൈലില് ഏകദേശമൊക്കെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വിജയമാണ്.
എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ക്രൗഡും ഇന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് അറിയുന്നതിൽ സന്തോഷം. പ്രേക്ഷകർ വിലയിരുത്തട്ടെ. എന്തായാലും ഇതൊരു കൂട്ടായ്മയുടെ വർക്കാണ്. തീർച്ചയായിട്ടും ആ കൂട്ടായ്മ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ എന്താണ്, അതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഓക്കെ. ലീ ഡിസയർ എന്ന ഈ ഷോർട്ട് മൂവിയിൽ ഒരു നായികയുടെ അച്ഛൻ്റെ വേഷമാണ് ഞാൻ ചെയ്തത്, ബാഹുലേയൻ എന്ന കഥാപാത്രം. ഇപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം എല്ലാവരും പറയുമെങ്കിലും 2 സ്ത്രീകൾ തമ്മിൽ പ്രണയിച്ചാൽ അതെന്തോ ഗുരുതരമായ ഒരു തെറ്റും എന്തൊക്കെയോ കുറ്റമാണെന്ന് ധരിക്കുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമെങ്കിലും നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് മൂവിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ലെസ്ബിയൻ സ്റ്റോറികൾ ഒരുപാട് മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് വ്യത്യസ്തത പുലർത്തുന്ന ഒരു സ്റ്റോറി എന്നാണ് ഇതിൽ അഭിനയിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ശ്രീ മുജീബ് വർക്കല മലയാള സിനിമയിൽ അറിയപ്പെടുന്ന അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ നല്ലൊരു വേഷം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ഇനി അടുത്ത ചെയ്യുന്നത് ഒരു ഫുൾ മൂവി തന്നെയാണ്. ഉടനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ഷോർട്ട് മൂവി കാണാൻ ഒരു സിനിമ റിലീസാകുമ്പോൾ എത്ര ജനമാണോ വരുന്നത് അതുപോലെയുള്ള ജനക്കൂട്ടമായിരുന്നു. ഞങ്ങൾ വേറെ ഒരു രീതിയിലും ആരെയും സ്വാധീനിച്ച് ഇത് കാണാൻ വേണ്ടി വിളിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും അറിഞ്ഞു വന്നതാണ്. അത് നിങ്ങളും നേരിട്ട് കണ്ടതാണ്. എന്തായാലും അതൊരു വൻ വിജയമായിരുന്നു എന്നാണ് പറയാനുള്ളത്. ഞാൻ മുരുകൻ എന്നും പറഞ്ഞ ഒരു ഇലക്ട്രീഷ്യനായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. അപ്പോൾ അത് നമ്മുടെ തിയേറ്ററിൽ ആ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് ഒരു സിനിമ കാണുന്ന ഒരു ഫീൽ ഉണ്ടായി. ഡയറക്ടർ മുജീബാണ് അത് നമുക്ക് ആ ഒരു വേഷം തന്നത്. ആ ഒരു വേഷം നമുക്ക് തന്നതിൽ ഡയറക്ടറോട് നന്ദിയുണ്ട്. ഇത്രയും മനോഹരമായ നമ്മളെ വർക്കല മുജീബ് എടുത്ത ഇത്ര ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിൽ ഇത്ര ജനങ്ങള് സിനിമ തിയേറ്ററിൽ കയറിയിട്ടില്ല. മുജീബ് അടുത്ത സിനിമയിലും അവൻ നല്ല വളരട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു ഇതിന്റെ ചാൻസ് മുജീബ് തന്നു. അതിൽ ഞാൻ നല്ലോണം അഭിനയിച്ചു. ഇനി അടുത്ത ഒരു പടത്തിൽ അവൻ നല്ല ഇതായിട്ട് ദൈവം അവന് ആയുസ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.